A very good morning to all. So, in the last class, we were discussing about pyloric stenosis and we were dealing with the pre-operative nursing care where we discussed about the regulation of fluid therapy. സോ നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്നത് റീപ്ലേസ്മെൻറ്റ് ഫ്ലൂയിഡ് സ്റ്റാർട്ട് ചെയ്യണം. റീപ്ലേസ്മെൻറ്റ് ഫ്ലൂയിഡ് എത്ര എമൗണ്ട് ഓഫ് വോമിറ്റേഴ്സ് ഉണ്ടോ അത്രയും റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുക. അവിടെ നമ്മൾ ആഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സൊല്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐസോട്ടോണിക് സലൈൻ എലോങ് വിത്ത് 5% ഡെക്സ്ട്രോസ് ആൻഡ് KCl. ഇത് ഇലക്ട്രോലൈറ്റ്സ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. The amount of electrolytes given is dependent upon the metabolic alterations. സോ ഈ കുട്ടിയുടെ മെറ്റബോളിക് ഓൾട്രേഷൻസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. സോ എത്രമാത്രം പൊട്ടാഷ്യം അതുപോലെ തന്നെ സോഡിയം ക്ലോറൈഡ് ഇതിലൊക്കെ ഡെഫിസിറ്റ് ഉണ്ടോ അതനുസരിച്ചായിരിക്കും ഈ കുട്ടിയുടെ ഇലക്ട്രോലൈറ്റ് എത്രമാത്രം കൊടുക്കണം എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുക. സോ ദ എമൗണ്ട് ഓഫ് ഇലക്ട്രോലൈറ്റ് ഗിവൻ ഇസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദ മെറ്റബോളിക് ഓൾട്രേഷൻസ്. The next is maintenance fluid is initiated after dehydration is corrected. So ആദ്യമേ നമ്മൾ വരുമ്പോൾ ഡീഹൈഡ്രേഷൻ കറക്റ്റ് ചെയ്യാനായിട്ട് IV ഫ്ലൂയിഡ്സ് സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ ഒപ്പം തന്നെ റീപ്ലേസ്മെൻറ്റ് ഫ്ലൂയിഡും കൊടുക്കും. വൺസ് ദ ഡീഹൈഡ്രേഷൻ ഇസ് കറക്റ്റഡ് ഈ ഫ്ലൂയിഡ് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. മെയിൻ്റനൻസ് ഫ്ലൂയിഡ് ആയിട്ടായിരിക്കും കൊടുക്കുക. അതായത് ആ കുട്ടിയുടെ ബ്ലഡ് വോളിയം ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് മെയിൻ്റനൻസ് ഫ്ലൂയിഡ് ആയിട്ട് നമ്മൾ കൊടുക്കും. പക്ഷേ അവിടെ റേറ്റ് ദാറ്റ് വുഡ് ബി ലെസ് ദാൻ ദ ദ റെഗുലർ അല്ലെങ്കിൽ ദ കറക്ഷൻ ഓഫ് ഡീഹൈഡ്രേഷൻ തെറാപ്പി. Gastric lavage is done with isotonic saline if ordered. സോ ഗ്യാസ്ട്രിക് ലവാജ് അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് കണ്ടൻസ് ഒക്കെ ഒന്ന് വാഷ് ഔട്ട് ചെയ്ത് സർജറിക്ക് മുമ്പേ കുട്ടീനെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഐസോട്ടോണിക് സലാൻ ഉപയോഗിച്ച് ലവാജ് ഓർഡർ ചെയ്യും. ബട്ട് ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദ സർജൻസ്. ചില സർജൻസ് ഗ്യാസ്ട്രിക് ലവാജ് ചെയ്യണം എന്ന് പറയും, ചിലർ അത് എഴുതാറില്ല. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സർജൻ വെദർ ഗ്യാസ്ട്രിക് ലവാജ് ഇസ് ഡൺ ഓർ നോട്ട് ഡൺ. ഇഫ് ഇറ്റ് ഇസ് ഡൺ, ഇറ്റ് ഇസ് ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഐസോട്ടോണിക് saline. Gastric decompression with the help of NG tube on continuous drainage is done. സോ സ്റ്റൊമക്കിൽ കണ്ടമാതിരി ഗ്യാസും അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് ജ്യൂസസും ഒക്കെ കളക്റ്റഡ് ആവും. സോ ഈ സ്റ്റൊമക്കിനെ ഒന്ന് നമ്മൾക്ക് ഡീകംപ്രസ് ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റൊമക്കിലെ കണ്ടൻസിനെയൊക്കെ ഒന്ന് ഒഴിവാക്കി ഒന്ന് ക്ലീൻ ഔട്ട് ചെയ്യാനായിട്ടാണ് ഗ്യാസ്ട്രിക് ഡീകംപ്രഷൻ ചെയ്യുക. സോ ഗ്യാസ്ട്രിക് ഡീകംപ്രഷൻ ചെയ്യുന്നത് നമ്മളുടെ സാധാരണ NG ട്യൂബ് ഇടില്ലേ, NG ട്യൂബ് ൻ്റെ ഒരറ്റം ഓപ്പൺ ആക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ ഗ്യാസ്ട്രിക് കണ്ടൻസ് വിൽ ഡ്രെയിൻ ഔട്ട് ഡ്യൂ ടു ഗ്രാവിറ്റി. സോ ഇതിനെയാണ് ഗ്യാസ്ട്രിക് ഡീകംപ്രഷൻ എന്ന് പറയുക. ഗ്യാസ്ട്രിക് ഡീകംപ്രഷൻ എന്ന് പറയുമ്പോൾ സ്റ്റൊമക്കിലെ കളക്റ്റഡ് ആയിട്ടുള്ള ഗ്യാസും ഗ്യാസ്ട്രിക് ഫ്ലൂയിഡ്സും അതുപോലെ തന്നെ അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫീഡും ഒക്കെ വെളിയിലേക്ക് കളയാനായിട്ട് NG ട്യൂബ് കണ്ടിന്യൂസ് ഡ്രെയിനേജിലേക്ക് ഓപ്പൺ ആക്കി ഇടുന്ന പ്രൊസീജിയറാണ് ഗ്യാസ്ട്രിക് ഡീകംപ്രഷൻ. ഒന്നുമില്ല, NG ട്യൂബിൻ്റെ അറ്റം നമ്മൾ ഓപ്പൺ ആക്കി ഇടും. അതൊരു കളക്ഷൻ ബോട്ടിലേക്കായിരിക്കും ഈ ഒരു ഗ്യാസ്ട്രിക് NG ട്യൂബ് ഓപ്പൺ ആക്കി ഇടുക. സോ ദാറ്റ് ഈസ് ഗ്യാസ്ട്രിക് ഡീകംപ്രഷൻ. Maintain patency of the NG tube, record the amount and type of drainage and replace the gastric drainage with equal amount of parenteral fluids. സോ നമ്മൾ ഗ്യാസ്ട്രിക് ഡീകംപ്രഷന് വേണ്ടിയിട്ട് NG ട്യൂബ് ഓപ്പൺ ആക്കി ഇടും എന്ന് പറഞ്ഞു. സോ അത് ഓപ്പൺ ആക്കി ഇടുമ്പോൾ NG ട്യൂബ് കറക്റ്റായിട്ട് ഡ്രെയിൻ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. ചിലപ്പോൾ ക്ലോട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് പാർട്ടിക്കിൾസോ ഒക്കെ വന്ന് NG ട്യൂബ് ബ്ലോക്ക്ഡ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ആസ്പിറേറ്റ് ചെയ്ത് നോക്കുക ഒരു കുഞ്ഞ് 2 ml സിറിഞ്ച് കൊണ്ട്. സോ ദാറ്റ് യു ക്യാൻ എൻഷുർ ദാറ്റ് ദ പേറ്റൻസി ഓഫ് ദ NG ട്യൂബ് ഇസ് മെയിൻറ്റെയിൻഡ്. അത് മാത്രമല്ല, ഈ കുട്ടികളിൽ എല്ലാ 1 അവറിലും നമ്മൾ എത്രമാത്രം NG ആസ്പിറേറ്റ് വന്നു എന്ന് മെഷർ ചെയ്യും, അത് റെക്കോർഡ് ചെയ്യണം. അതിൻ്റെ ഒപ്പം തന്നെ റീപ്ലേസ്മെൻറ്റ് ഫ്ലൂയിഡ് നമ്മൾ വോമിറ്റേഴ്സിന് കൊടുക്കും എന്ന് പറഞ്ഞില്ലേ,
ആ റീപ്ലേസ്മെൻറ്റ് ഫ്ലൂയിഡ് ഇപ്പോൾ 2 ml ആണ് ഗ്യാസ്ട്രിക് ആസ്പിറേറ്റ് വന്നതെങ്കിൽ ആ 2 ml റീപ്ലേസ്മെൻറ്റ് ഫ്ലൂയിഡ് കൊടുക്കണം. ആൻഡ് ദാറ്റ് ഈസ് ഗിവൺ ബൈ IV. ഏത് ഫ്ലൂയിഡാണ് കൊടുക്കുക? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഈസ് ഐസോട്ടോണിക് സലൈൻ അലോങ് വിത്ത് KCl ആൻഡ് ആഡഡ് ഇലക്ട്രോലൈറ്റ്സ്. So that is about gastric decompression and gastric replacement. Gastric decompression വേണ്ടിയിട്ട് you have to put the NG tube on continuous drainage. Every hourly you have to monitor and record the amount of gastric aspirate and replace the gastric aspirate by equal amount of parenteral fluid or replacement fluid, which is isotonic saline added with 5% dextrose and KCl. In order to maintain the patency of the NG tube, aspirate the NG tube with a 2 ml syringe in between. If feeding is given in the pre-operative phase, hold the child in semi-upright position, feed slowly, bubble or burp frequently to avoid vomiting. സോ യൂഷ്വലി ഈ ഒരു പ്രീ ഓപ്പറേറ്റീവ് പീരിയഡിൽ ഫീഡിങ് അഡ്വൈസ് ചെയ്യില്ല, വിത്ത്ഹോൾഡ് ചെയ്യുകയാണ് ചെയ്യുക. ഇനിയിപ്പോൾ ഫീഡിങ് കൊടുക്കുന്നുണ്ടെങ്കിൽ സെമി അപ്രൈറ്റ് പൊസിഷനിൽ കുട്ടീനെ ഓൾമോസ്റ്റ് ഒരു അപ്രൈറ്റ് പൊസിഷനിൽ വേണം ഇരുത്തിയിട്ട് ഫീഡ് കൊടുക്കാനായിട്ട്. ഓൾവേസ് ഫീഡ് വെരി സ്ലോലി. ഇവർ ക്രോണിക് ഹങ്കേഴ്സ് ആയതുകൊണ്ട് ഭയങ്കര വിഗറസ്ലി ഫീഡൊക്കെ എടുക്കാനായിട്ട് ശ്രമിക്കും. അത് ഒഴിവാക്കുക, ബിക്കോസ് ദാറ്റ് മേ ഇൻഡ്യൂസ് വോമിറ്റിംഗ്. ഫീഡ് സ്ലോലി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുട്ടികളുടെ പുറത്ത് തട്ടി കൊടുക്കുക, ബബിൾ ഓർ ബർപ്പ്. ഇത് കളക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു ഗ്യാസ് ഒക്കെ വെളിയിലേക്ക് പോകാനായിട്ടാണ്. ആൻഡ് ദിസ് ഹെൽപ്സ് ടു അവോയ്ഡ് വോമിറ്റിംഗ്. So if feeding is given in the pre-operative phase, hold the child in upright position, feed slowly, bubble or burp frequently in order to avoid vomiting. Burping is to be done before feeding to eliminate air bubbles swallowed during the vigorous sucking of fingers. സോ യൂഷ്വലി ഇവർ ക്രോണിക് ഹങ്കേഴ്സ് ആയതുകൊണ്ട് ഒരു ഫീഡ് കഴിയുമ്പോൾ തന്നെ അത് വെളിയിലേക്ക് പോകുമ്പോൾ ഇവരെന്താ ചെയ്യുക? വിശക്കുന്നത് കാരണം ഫിംഗേഴ്സൊക്കെ ഭയങ്കരമായിട്ട് സക്ക് ചെയ്യും. സോ ഈ ഫിംഗേഴ്സ് സക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ ദേ ക്യാൻ സ്വോളോ ദ എയർ ഓൾസോ ഇൻസൈഡ്. സോ ഈ എയർ വയറ്റിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ എന്തുള്ളിലേക്ക് ചെന്നാലും അത് വോമിറ്റ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി ഭയങ്കര കൂടുതലാണ്. സോ ഈ കുട്ടികൾക്ക് ഫീഡ് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ പുറത്ത് നല്ല പോലെ തട്ടി അല്ലെങ്കിൽ ബർപ്പ് ചെയ്ത് ഈ ഒരു എയർ വെളിയിലേക്ക് കളഞ്ഞ ശേഷം വേണം ഫീഡ് കൊടുക്കാനായിട്ട്. സോ ബർപ്പിംഗ് ഇസ് ടു ബി ഡൺ ബിഫോർ ഫീഡിംഗ് ടു എലിമിനേറ്റ് എയർ ബബിൾസ് swallowed during the vigorous sucking of fingers. After feeding, infants is handled minimally, turned gently and placed on right side of the abdomen. Head end is elevated slightly to encourage gastric emptying. സോ ഇവരുടെ ഈ ഒരു ഫീഡ് കൊടുത്തതിന് ശേഷം അത് മാക്സിമം റീറ്റെയിൻ ചെയ്യാനായിട്ടും വോമിറ്റിംഗ് മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ടും ഈ കുട്ടികളെ അധികം ഹാൻഡിൽ ചെയ്യാൻ പാടില്ല. ഇവരെ വളരെ ശ്രദ്ധിച്ച് വേണം ചെരിച്ച് കിടത്താനായിട്ട്. ദേ ഹാവ് ടു ബി പ്ലേസ്ഡ് ഇൻ റൈറ്റ് സൈഡ് ഓഫ് ദ അബ്ഡോമൻ. ഹെഡ് ആൻഡ് എലിവേറ്റഡ് ആയിരിക്കണം. ആൻഡ് ദിസ് എലിവേറ്റഡ് പൊസിഷൻ ഹെൽപ്സ് ഇൻ aiding with the gastric emptying. So after feeding, the infant is to be handled minimally. They have to be turned gently and placed on the right side of the abdomen. Head end is to be elevated slightly in order to encourage gastric emptying.